ഹലോ മൈ വ്യൂവേഴ്സ്, ഐ ആം യുവർ മാൻ ഉമർ. ഗൈസ്, അപ്പോൾ നമ്മുടെ ഇന്നത്തെ കണ്ടന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വൺ പീസിൻ്റെ റീസെൻറ്റ് ചാപ്റ്റർ ആയ 1178 കുറച്ച് സ്പോയിലേഴ്സ് വന്നിട്ടുണ്ട് ഗൈസ്. അതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ആരും തന്നെ ആദ്യം തന്നെ സ്കിപ്പ് അടിക്കല്ലേ, കാരണം എനിക്കറിയാം ഓൾറെഡി നമ്മുടെ വീഡിയോക്കും കാര്യങ്ങൾക്കും ക്വാളിറ്റിയും ബാക്ക്ഗ്രൗണ്ടും കാര്യങ്ങളൊന്നും റെഡി ആയിട്ടില്ലാന്ന്. അത് പയ്യെ പയ്യെ റെഡിയാക്കുക. പിന്നെ ഇന്നത്തെ സ്പോയിലേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അടാറ് സ്പോയിലേഴ്സാണ് ഗൈസ് വന്നേക്കുന്നത്. ഇത് ശരിയാണെങ്കിൽ ഏകദേശം എനിക്ക് തോന്നുന്നത് ഒരു 90% ശരിയാണെന്നാണ്. കാരണം ഞാൻ ഫോളോ ചെയ്യണ കുറച്ച് പേജസിലേക്ക് വന്നിട്ടുണ്ട്, അത്യാവശ്യം ജെന്യൂനാണെന്ന് എനിക്ക് തോന്നണം. അപ്പോൾ സ്പോയിലേഴ്സിലേക്ക് പോകുന്നതിന് മുമ്പ് ഞാൻ ഒന്നും കൂടിയും പറയാണ്, ഒന്നും കൂടി അല്ല, സ്പോയിലേഴ്സ് കാണാൻ, അതായത് ചാപ്റ്ററായിട്ട് വായിക്കുന്നതും അല്ലെങ്കിൽ എപ്പിസോഡ് വരുമ്പോൾ കാണാൻ താല്പര്യമുള്ളവർ, സ്പോയിലേഴ്സ് കാണാൻ താല്പര്യമില്ലാത്തവർ സ്കിപ്പ് ചെയ്ത് പോവുക. കാരണം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്പോയിലേഴ്സാണ് ഞാൻ പറയാൻ പോകുന്നത്. എന്തായാലും ഇത് ശരിയാവാനാണ് സാധ്യത. അപ്പം നമ്മൾ നേരെ വീഡിയോയിലേക്ക് പോകണേണ് ഗൈസ്. നമ്മുടെ സ്പോയിലേഴ്സിൽ ആദ്യം തന്നെ ഞാൻ പറയാൻ പോകുന്നത് സ്പോയിലേഴ്സിൽ ഏറ്റവും മെയിനായിട്ടുള്ള സംഭവമാണ്. അതായത് ഗൈസ്, നമ്മുടെ ഇമു ഉണ്ടല്ല, നമ്മുടെ വൺ പീസിലെ മെയിനായിട്ടുള്ള വില്ലൻ ഇമു മൂവ് ചെയ്യാൻ പോകുന്നതാണ് ഗൈസ്. ത്രോണിൻ്റെ അവിടെ നിന്ന് ഇമു ഗൊറേസിനെ ഇൻഫോം ചെയ്തിട്ടുണ്ട്, ഞാൻ ഒരു ഷോർട്ടായിട്ട് ഒന്ന് പോയിട്ട് വരാമെന്നുള്ള രീതിയിൽ. ഗൈസ്, ഞാനിത് വായിച്ചപ്പോൾ എൻ്റെ കിളി പോയി. അതായത് നമ്മൾ ഇത്ര നാളായിട്ടും എപ്പോഴായിരിക്കും മിമു ആ ത്രോണിൻ്റെ അവിടെ നിന്ന് മൂവ് ചെയ്യാമെന്ന് നമ്മൾ വിചാരിച്ചുകൊണ്ടിരുന്നിട്ട് ഫൈനലി മൂവ് ചെയ്യാൻ പോകണേണ് ഗൈസ്. റൂമേഴ്സാണ്, അതായത് സ്പോയിലേഴ്സിൽ വന്നേക്കുന്നതാണ്. എത്രത്തോളം ശരിയാണെന്ന് എനിക്ക് അറിയാൻ പാടില്ല. ശരിയാണെങ്കിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, എത്ര നാളെ നമ്മുടെ വൺ പീസ് എഴുതാൻ തുടങ്ങിയിട്ട് എത്ര വർഷമായി. ഇമുവിനെ കാണിച്ചിട്ട് ഇപ്പോൾ കുറച്ച് വർഷങ്ങളായിട്ടുണ്ട്. എൽബാഫിന് ഇപ്പോൾ എന്താവുന്നൊരു പിടിയില്ല. ഞാൻ ഓൾറെഡി നേരത്തെ ഒരു എപ്പിസോഡിൽ പറഞ്ഞ് നിങ്ങൾ ഓർക്കേണ്ടത്, അതായത് എൽബാഫ് നമ്മുടെയൊക്കെ മെയിനായിട്ട് ഇഷ്ടപ്പെടുന്ന എപ്പിസോഡിൽ ടോപ്പ് 3 അല്ലെങ്കിൽ ടോപ്പ് 1 നല്ല സാധ്യത ഉണ്ടെന്ന്. അതെനിക്ക് ഇപ്പോഴും തോന്നുന്നുണ്ട് ഗൈസ്. അതായത് ഇമുവൊക്കെ ശരിക്കും വന്നതിന് ഫിസിക്കലായിട്ട് എന്താണ് നടക്കാൻ പോണെന്നൊരു പിടിയില്ല. എൽബാഫിസ് ഗോണ ബി ഫയറാന്ന് ഒരു പിടിയില്ല ഗൈസ്, എന്താ നടക്കാൻ പോണേന്ന്. അതായത് അപ്പോൾ നിങ്ങൾ ചിന്തിക്കേണ്ടാവും ഇമു എന്തുകൊണ്ടാണ് വന്നതെന്ന്. അതിലും കുറച്ച് സ്പോയിലേഴ്സിൽ അതും കുറച്ച് പറയാനുണ്ട്. അതായത് നമ്മുടെ ഗംഗോയുടെ ബോഡിയാണ് ഇമു പൊസസ് ചെയ്തുകൊണ്ടിരുന്ന, നമ്മുടെ ലൂഫിയും ലോഗിയും കൂടിയും അതിനെ ഇതാക്കിയിട്ടുണ്ട്, ഡിഫീറ്റ് ചെയ്തിട്ടുണ്ട്. അതായത് ആദ്യം എന്തോ ലോക്കിയാണ് ഫൈറ്റ് ചെയ്തതെന്നാണ് സ്പോയിലേഴ്സിൽ ഉണ്ടായത്. നമ്മുടെ ലൂഫി അപ്പോൾ കൂടി മുസപ്പിനെയും ബ്രോക്കിനെയും സാഞ്ചിയുടെ ഗ്രൂപ്പിൻ്റെ അവിടെ എപ്പിച്ചായിരുന്നു. ഗംഗു എല്ലാ അറ്റാക്കും കൊള്ളാതെ ഇങ്ങനെ മാറിപ്പോയായിരുന്നു. പക്ഷേ ലൂഫി അത് കഴിഞ്ഞപ്പോൾ ഒന്ന് ജോയിൻ ചെയ്ത് ലൂഫിയും കൂടി ഫൈറ്റ് ചെയ്ത് ലാസ്റ്റ് ഇമൂനെ, അതായത് ഗംഗു പൊസസ് ചെയ്ത ഇമൂനെ ഡിഫീറ്റ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ഇമു ഇത് കഴിഞ്ഞിട്ടാണ് ഇമു വന്യെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ച സ്പോയിലേഴ്സിൽ നിന്ന്. അതായത് ഇമു എൽഡേഴ്സിനോട് പറയാണ് ഞാൻ ഒന്ന് പോയിട്ട് വരാമെന്നുള്ള രീതിയിൽ. എന്തായിരിക്കും ഇനി എൽബാഫിൽ നടക്കാൻ പോകണം, ഒരു പിടിയിലാട്ടെ ഗൈസ്. ഞാൻ ഭയങ്കരമായിട്ട് എക്സൈറ്റഡ് ആണ്. പിന്നെ നമ്മുടെ മറ്റേ ഭൂതങ്ങളുണ്ടല്ലോ, അതായത് മറ്റേ അവൻ്റെ പേര് ഞാൻ പറഞ്ഞു, സോമസ് അല്ല, കില്ലിങ്ങാം മറ്റേ സ്വപ്നത്തിൽ നിന്ന് ഡ്രീംസിൽ നിന്ന് കുറേ പേരെ ഇതാക്കി വിട്ടല്ല, അവരെ ഏകദേശം ഡിഫീറ്റ് ചെയ്ത് തീർക്കാറായി. നമ്മുടെ മറ്റേ ചോപ്പറും കൂടി വന്നപ്പോൾ ഓൾറെഡി കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞ പോലെ ചോപ്പർ വന്നപ്പോൾ ഏകദേശം എനിക്കൊന്ന് ചോപ്പറിൻ്റെ ഡെവിൽ ഫ്രൂട്ടിന് എന്തോ ഒരു പ്രത്യേകത ഉണ്ട് കേട്ടോ ഗൈസ്. ഇങ്ങനെ റൂമേഴ്സ് പരക്കുണ്ട്. കറക്റ്റായിട്ട് നമുക്ക് ഇതേപോലെ ഓടെ പറയാതെ നമുക്കൊന്നും കൺഫേം ആക്കാൻ പറ്റൂലല്ലോ. പക്ഷെ എന്തോ ഇതുണ്ടെന്ന് തോന്നണം. കാരണം ബാക്കി എല്ലാവരും അത്രത്തോളം ഡിഫീറ്റ് ചെയ്ത്, അതായത് സോറോയൊക്കെ ഒരാൾ, അതായത് മറ്റേ ഡൊമിറിവേഴ്സിൽ പെട്ട ആൾക്കാരായിട്ട് ഞാൻ പറയണം. ഡൊമിറിവേഴ്സിൽ പെട്ട ആൾക്കാരെ നമ്മുടെ സോറോയെ ഒരാളെ ഡിഫീറ്റ് ചെയ്തിട്ടും അവരുടെ റിവേഴ്സ് ബ്രേക്ക് ആയില്ലായിരുന്നു. പക്ഷെ ചോപ്പർ വന്നിട്ട് ഒരടി കൊടുത്തപ്പോൾ തന്നെ അത് റിവേഴ്സായി. എന്താണെന്ന് നമുക്കറിയാൻ പാടില്ല. അതിൻ്റെ ഇത് വരും എപ്പിസോഡിൽ നമുക്ക് മനസ്സിലാവുമായിരിക്കും. പിന്നെ മെയിനായിട്ട് ഇന്നത്തെ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗായ്സ്, നമ്മുടെ ഇമ്മൂടെയാണ് ഗായ്സ്. ഇമ്മു അത്ര ഓണിന്ന് ഇത്ര വർഷം ഇനിയിപ്പോൾ ശരിക്കും വന്ന് ഇമ്മുവിനെ റിവീൽ ചെയ്യൂ, എന്താണ് നടക്കണേന്ന് ഒരു പിടിയില്ലാട്ട ഗൈസ്. നമുക്ക് നോക്കാം എന്തായാലും. ഇനി 2 ചാപ്റ്ററിനുള്ളിൽ മനസ്സിലാവില്ല. അതായത് എനിക്ക് അടുത്ത ചാപ്റ്ററിൽ എന്തായാലും ഇമ്മൂടെ ശരിക്കുള്ള ഇത് കാണിക്കുമെന്ന് തോന്നണില്ല. അത് കഴിഞ്ഞിട്ടുള്ള ചാപ്റ്ററിൽ ഇമ്മു വന്നെയാണെങ്കിൽ ഇമ്മൂടെ ഫീസ് കാണിക്കുമായിരിക്കും. ഭയങ്കര എക്സൈറ്റഡ് ആണ്. എനിക്ക് ഇനിയിപ്പോൾ ബ്രേക്ക് ആയിരിക്കും മിക്കവാറും. ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ സാധാരണ അങ്ങനെയല്ല, 2 ചാപ്റ്റേഴ്സ് വന്നിട്ട് ബ്രേക്ക് ആവാതെ അടുപ്പിച്ചങ്ങ് വന്നാൽ മതിയായിരുന്നു. കാരണം കാണാൻ വേണ്ടി അത്ര എക്സൈറ്റഡ് ആയിട്ട് ഇരിക്കുകയല്ല. പിന്നെ ഗംഗോടെ പൊസസ് ചെയ്ത അതായത് ഗംഗോനെ ഡിഫീറ്റ് ചെയ്തപ്പോൾ തന്നെ ഏകദേശം എൽബാഫൊക്കെ പഴയ പോലെ ആയിട്ടുണ്ട്. പക്ഷേ ഇനിയിപ്പോൾ എങ്ങനെയാണ് കാര്യങ്ങൾ നമുക്കൊരു പിടിയില്ലല്ലോ. പിന്നെ കഴിഞ്ഞ ചാപ്റ്ററിലാണെങ്കിൽ നമ്മുടെ ഗംഗോ പൊസസ് ചെയ്ത ഇമു
നിഗഡോർ, അതായത് നമ്മൾ ലൂഫിനെ വക്കീലേയും കണ്ടപ്പോൾ മറ്റൊരു ഡയലോഗും കാര്യങ്ങളൊക്കെ അടിച്ചതാണല്ലോ. നേരിട്ട് വന്നെന്ന് തോന്നണം. എന്താണ് ഇനി നടക്കാൻ പോണെന്നൊരു പിടിയില്ല. ഭയങ്കര എക്സൈറ്റഡ് ആട്ടെ ഗൈസ്. ഈ സ്പോയിലേഴ്സ് വായിച്ചപ്പോൾ തൊട്ട് എനിക്ക് ചാപ്റ്റർ വായിച്ചിട്ട് എന്താണെന്നൊന്ന് ഇതാക്കിയിട്ട് എന്തായാലും നമുക്ക് നോക്കാമല്ലോ ഗൈസ്. ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് ഇരിക്കണം. നിങ്ങളുടെ അഭിപ്രായം പറ. നിങ്ങൾ വിചാരിച്ചായിരുന്നു ഇപ്പോൾ ഈ എൽബാഫി തന്നെ റിയൽ ആയിട്ടുള്ള നമ്മുടെ ഇമ്മു വരും എന്നൊക്കെ ഞാൻ വിചാരിച്ചു പോലും കേട്ടോ ഗൈസ്. ഇങ്ങനെ ശരിക്കും റിയലായിട്ട് നമ്മുടെ ഇമ്മു വരുമെന്ന് ഒരു പിടി ഉണ്ടായില്ല എനിക്ക്. പിന്നെ നമ്മുടെ ബാക്കി സ്പോയിലേഴ്സിൽ പറയുകയാണെങ്കിൽ ഞാൻ മറ്റേ ചോപ്പറിൻ്റെയും നമ്മുടെ സോറോയുടെയും ഗ്രൂപ്പിൻ്റെ കാര്യം പറഞ്ഞല്ലോ, സാഞ്ചിയുടെ കാര്യം പറഞ്ഞു. പിന്നെ ഒരു സ്പോയിലറും കൂടി ഉണ്ടായി. അതായത് നമ്മുടെ ലൈബ്രറി ഉണ്ടല്ലോ, അൽബാഫിൻ്റെ ബുക്കും കാര്യങ്ങളൊക്കെ ഇരിക്കണം. ആ ലൈബ്രറി മിസ്സിങ് ആണ് ഗൈസ്. പിന്നെ ആ ഔളുണ്ടായില്ല അവിടെ, ആ ഔളും മിസ്സിങ് ആണ്. എന്താ നടന്നേക്കണേന്ന് അറിയാൻ പാടില്ല. അതും സ്പോയിലേഴ്സിലുണ്ടായി. നമുക്കിനിപ്പോൾ ചാപ്റ്റർ വരുമ്പോഴാണ് അത് മനസ്സിലാവുള്ളൂ. നമുക്ക് നോക്കാം എന്തായാലും. പിന്നെ ബാക്കിയുള്ള സ്പോയിലേഴ്സും ഞാൻ കണ്ടത് പറഞ്ഞു പോയിട്ടുണ്ടെന്നാണ് എൻ്റെ ഓർമ്മ. ഇനിയിപ്പോൾ മിസ്സായെന്ന് അറിയാൻ പാടില്ല, കാരണം ഞാൻ മറ്റേതിൽ എക്സൈറ്റഡ് ആയിട്ട് ഇരിക്കുകയാണ്. ഈ നേരിട്ട് വന്നെയാണെങ്കിൽ നമ്മുടെ ലൂഫി ലോക്കിയും കൂടി നമുക്ക് മനസ്സിലായിട്ടുണ്ടാവും നടപടിയില്ലാതെ ഇങ്ങനെ ബോഡിയിലൊന്നും പൊസസ് ചെയ്തിട്ട് കാര്യമില്ലാന്ന്. കാരണം പക്ഷേ എനിക്ക് തോന്നണില്ല കേട്ടോ ഗൈസ് ഇപ്പം തന്നെ ഇവർ നേരിട്ട് ഫൈറ്റ് ചെയ്യുമെന്ന്. ഇപ്പം നിങ്ങൾ വിചാരിക്കേണ്ട എന്താണ് ഇപ്പം ഇങ്ങനെ പറയണത് നല്ല കേസ്. ഞാൻ പെട്ടെന്ന് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് ആലോചിച്ചത്. അതായത് ഇത്ര നേരം ആലോചിച്ചില്ല, ഇപ്പോഴാണ് ആലോചിച്ചത്. അത് നിങ്ങളോട് തന്നെ ഒന്നുകൂടി പറയണ ആലോചിച്ചപ്പോൾ തന്നെ പൊട്ടത്തിനാണെന്ന് എനിക്ക് അറിയാൻ പാടില്ല. അതായത് ഇപ്പം ഇമ്മുമായിട്ട് ഫൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഫൈനൽ ബാറ്റിലേക്ക് അങ്ങനെ പോകില്ലല്ലോ. ചിലപ്പോൾ ഫേസ് ചെയ്തിട്ട് പോകുമായിരിക്കും. എങ്ങനെയാണെന്ന് എനിക്കൊരു പിടിയില്ല. കാരണം ബാറ്റിൽ ഒരു 1v1 മെയിനായിട്ടൊരു ബാറ്റിൽ നടക്കുമെന്ന് എനിക്കറിയാൻ പാടില്ല ഗൈസ്. കാരണം ഇനി ഒരുപാട് നമ്മുടെ വൺ പീസ് പോകാനുണ്ടല്ലോ. വൺ പീസ് കണ്ടുപിടിക്കണം, പോണിഗ്ലഫ് കണ്ടുപിടിക്കാനുണ്ട്, ഒരുപാട് ഇനി കുറച്ചും കൂടി എർക്സ് ഒക്കെ ഉണ്ടല്ലോ ഗൈസ്. പിന്നെ ബാറ്റിൽ തുടങ്ങണം, അങ്ങനെ ഒരുപാട് ഡ്രാഗൺ, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ടല്ലോ. അതെല്ലാം കഴിയാതെ കാരണം ഇമ്മുവാളിപ്പോൾ മെയിനായിട്ട് നമ്മുടെ ഒരു വില്ലൻ റോൾ അല്ലെങ്കിൽ ആൻറ്റിഗോസ്റ്റ് റോളിൽ നിൽക്കണം. അപ്പോൾ ഇമ്മുമായിട്ട് ഇപ്പോൾ തന്നെ ഫൈറ്റ് വന്നു കഴിഞ്ഞാൽ അത് തീരൂലേ. പിന്നെ വേറെ ആൾ ഇനി ഉണ്ട് വില്ലന്മാർ, അല്ലെങ്കിൽ ഇമ്മുനെ പോലെ ഇമ്മുക്ക് മേലുള്ള വേറെ ആൾ അങ്ങനെ ഉണ്ടാവും. എനിക്കറിയാം ഇനി 20 കിങ്ഡംസിലുള്ള ആൾക്കാർ അങ്ങനെയൊക്കെ ഉണ്ടാവും. ഒരു പിടി ഇല്ലാട്ടെ ഗൈസ്. കാരണം ഇപ്പം ആ ഫൈറ്റ് വരുന്നതിനെ കംപ്ലീറ്റ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ എന്തായിരിക്കും മുമ്പോട്ട്, അങ്ങനെ വരാൻ സാധ്യത ഇല്ലല്ലോ. ഞാനത് പെട്ടെന്ന് ചിന്തിച്ചില്ല. ഇപ്പം നിങ്ങൾ സംസാരിച്ചപ്പോഴാണ് അത് ചിന്തിക്കണം. ഞാൻ ഇപ്പോൾ എന്തൊക്കെ സംശയങ്ങളാണല്ലേ വന്നത്. നമുക്ക് എന്തായാലും നോക്കാട്ടെ ഗൈസ്. ഞാൻ പറഞ്ഞ മണ്ടത്തരങ്ങൾ നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായം എന്തായാലും നിങ്ങൾ കമൻറ്റ് ചെയ്ത് പറയാം. ഞാൻ എന്തൊക്കെ പറയണമെന്നൊരു പിടിയില്ല, കാരണം അമ്മാതിരി എക്സൈറ്റഡ് ആയിട്ടാണ് ഇരിക്കണം. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്ത് പറയാം, നിങ്ങൾക്ക് എന്താണ് തോന്നണം. അപ്പോൾ അത്രേ ഉള്ളൂ നമ്മൾ ഇന്നത്തെ വീഡിയോ. ഓക്കെ, ബൈ.